ഈ വാർത്തയിൽ ഒരു അപ്ഡേഷൻ വരുന്നത് ഇനി ഡൈവിംഗ് ഇല്ല. നാവികസേനയുടെ ഡൈവിംഗ് അത് ഇന്ന് നടത്താൻ കഴിയില്ല എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നു. അത് അല്പം നിരാശാജനകമാണ്. നമുക്കറിയാം, ആ സ്കൂബ ഡൈവേഴ്സ് വൈദഗ്ധ്യം തെളിയിച്ചവരാണ്. പക്ഷേ അവർക്ക് ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്. ആ നദിയിൽ ഇറങ്ങാൻ കഴിയില്ല. ശക്തമായിട്ടുള്ള അടിയൊഴുക്കാണ്, കുത്തൊഴുക്ക് വലിയ വെല്ലുവിളിയാണ് എന്നുള്ള സ്ഥിരീകരണമാണ് കന്നഡ SP സ്ഥിരീകരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അസാധ്യമാണ് ഡൈവിംഗ് എന്ന് വ്യക്തമാക്കുന്നു ഉത്തര കന്നഡ SP. അതിന്റെ വ്യക്തമായിട്ടുള്ള വിവരമാണ് ഇപ്പോൾ പറയുന്നത്. ഇന്ന് ഡൈവിംഗ് നടക്കില്ല. അതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ആ രക്ഷാദൗത്യത്തിന്റെ അടുത്ത മാർഗം എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എങ്ങനെയായിരിക്കും അതിന്റെ അടുത്ത നടപടി എന്നുള്ളതൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട്. ഓക്കെ, എസ് ലല്ലു ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നു. ലല്ലു, അത് ഒന്ന് നിരാശപ്പെടുത്തുന്നുണ്ട്. ഈ നദിയിൽ ഇറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണ്, ശക്തമായിട്ടുള്ള അടിയൊഴുക്കാണ്. അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ ഡൈവിംഗ് അസാധ്യമാണ് എന്ന് വ്യക്തമാക്കുന്നു കന്നഡ SP. എന്തോ അല്പം മുമ്പ് എൽഡോയോട് സംസാരിച്ച് കാർവാർ MLA തന്നെ പറയുന്ന കാര്യങ്ങൾ വ്യക്തമായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇത്രയും അടിയൊഴുക്കുള്ള ഒരു തരത്തിലുള്ള കാഴ്ചയും സാധ്യമല്ലാത്ത ഒരു നദിയിലേക്ക് ഇറങ്ങുന്നതിന്റെ തടസ്സം അദ്ദേഹം തന്നെ ഇറങ്ങുന്നതിന്റെ ബുദ്ധിമുട്ട് അദ്ദേഹം നേരത്തെ തന്നെ പറഞ്ഞിരുന്നതാണ്. ഏറ്റവും വലിയ വിദഗ്ധരായിട്ടുള്ള സ്കൂബ ഡൈവേഴ്സിന് പോലും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന തരത്തിലുള്ള അടിയൊഴുക്കാണ് ഇപ്പോൾ നദിയിലുള്ളത് എന്നാണ് അല്പം മുമ്പ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് ശരിവെക്കുന്ന തരത്തിലുള്ള ഒരു ബൈറ്റ് തന്നെയാണ് അല്പം മുമ്പ് പ്രേക്ഷകർ കണ്ടത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ ഒരു തരത്തിലുള്ള കാഴ്ചയും സാധ്യമാകാത്ത ഇത്രയും അടിയൊഴുക്കുള്ള നദിയുടെ അടിത്തട്ടിലേക്ക് നിലവിൽ ഒരു ഡൈവിംഗ് സാധ്യമല്ല. അതാണ് MLA നേരത്തെ പറഞ്ഞത്. ഒരു വ്യത്യസ്തമായ മറ്റൊരു മാർഗം, അതായത് തടയുടെ പോലെ എന്തെങ്കിലും ഒരു സംവിധാനം ഒരുക്കി ഒഴുക്ക് നിയന്ത്രിച്ചതിന് ശേഷം നദിയുടെ അടിത്തട്ടത്തിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള ആലോചനകൾ നടക്കുകയാണ് എന്നാണ് അദ്ദേഹം അല്പം മുമ്പ് നമ്മളോട് പറഞ്ഞത്. സ്വാഭാവികമായും ഇന്ന് ഇതിപ്പോ മഴ ശക്തമല്ലെങ്കിൽ അല്ലെങ്കിൽ മഴ പെയ്തില്ലെങ്കിൽ കാലാവസ്ഥ അനുകൂലമായാൽ ഈ അടിയൊഴുക്ക് നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങളിലേക്ക് നേവി പോകും എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിലെങ്കിലും മാർഗങ്ങൾ സ്വീകരിച്ച് ഈ ഒഴുക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ ഈ ക്യാബിൻ ഉണ്ട് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് സ്കൂബ ഡൈവേഴ്സിന് എത്താൻ കഴിയൂ. 3 പ്രദേശങ്ങൾ ഇതുവരെ ഇതുമായി ബന്ധപ്പെട്ട് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ ഏതിലാണ് ഇപ്പോൾ ആദ്യത്തെ സ്ഥലത്ത് നടത്തിയ പരിശോധന വിഫലമായി. ഇപ്പോൾ 2ാമത്തെ സ്പോട്ടിലാണ് പരിശോധന നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് ക്യാബിനാണോ എന്ന് ഉറപ്പിച്ചാൽ മാത്രമേ നമ്മുടെ സ്കൂബ ഡൈവേഴ്സിന് അവിടേക്ക് എത്താൻ കഴിയൂ. ആദ്യം ഈ നടക്കുന്ന പരിശോധനയിൽ ഇത് ക്യാബിനാണെന്ന് ഉറപ്പുവരുത്തണം. അത് കഴിഞ്ഞ് ഈ ക്യാബിനാണെന്ന് ഉറപ്പുവരുത്തുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ മാറണം. അടുത്തട്ടിൽ നിറയെ പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളും ചെളിയും എല്ലാം അടിഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് 15 മീറ്റർ ആഴത്തിലാണ് ഈ ലോഹ കഷ്ണത്തിന്റെ സാന്നിധ്യം കണ്ടെത്തിയതെന്നാണ് പരിശോധനയിൽ നിന്ന് വ്യക്തമാകുന്നത്. ഇത് ക്യാബിനാണെന്ന് ഉറപ്പുവരുത്തിയാൽ നമ്മുടെ സ്കൂബ ഡൈവേഴ്സിന് അവിടെ എത്താൻ കഴിയുന്ന തരത്തിലേക്ക് നദിയിലെ അടിയൊഴുക്ക് നിയന്ത്രിച്ചാൽ മാത്രമേ പോകാൻ കഴിയൂ. അതുകൊണ്ടാണ് ഇന്ന് ഈ ദൗത്യം അല്ലെങ്കിൽ ഇന്ന് ഈ ഡൈവിംഗ് ഇല്ല എന്നുള്ള തീരുമാനത്തിലേക്ക് നേവി എത്തിയത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇനി അവരുടെ മുന്നിലുള്ള മാർഗം ഈ അടിയൊഴുക്ക് നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് എന്തെങ്കിലും ഒരു സംവിധാനം നദിയിൽ തടയണ പോലെ എന്തെങ്കിലും ഒരു സംവിധാനം, നേരത്തെ MLA പറഞ്ഞതനുസരിച്ചാണെങ്കിൽ തടയണ പോലുള്ള എന്തെങ്കിലും സംവിധാനം നദിയിൽ ഒരുക്കി ഈ അടിയൊഴുക്ക് നിയന്ത്രിച്ച് അതിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ള പരിശോധനയായിരിക്കും എന്നുള്ള ആലോചനയിലേക്ക് നേവി പോവുക എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ഏറ്റവും ഒടുവിൽ വന്ന ഈ അപ്ഡേഷൻ ഒരല്പം നിരാശ പകരുന്നതാണ്. പക്ഷേ കൂടുതൽ കരുത്തോടെ ഈ രക്ഷാദൗത്യം തുടരുകയാണ്. ചരിത്ര ദൗത്യം എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഈ രക്ഷാദൗത്യം തുടരുകയാണ്. രക്ഷാദൗത്യം തുടരുന്നുണ്ട്. പക്ഷേ അപ്പോഴും ആ ചരിത്ര ദൗത്യത്തിലേക്ക് അതിന്റെ പൂർണ്ണതയിലേക്ക് എത്താൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് മാത്രമാണ് അല്പം സങ്കടകരം. എന്നാലും ഡൈവിംഗ് അസാധ്യത ഇനിയില്ല. സ്കൂബ ഡൈവേഴ്സിന് ഇറങ്ങാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ഗംഗാവലി നദിയിലുള്ളത് എന്നുള്ളതാണ് കന്നഡ SP-യുടെ പ്രതികരണം. ഇനിയും അത് സാധ്യമല്ലാത്ത രീതിയിൽ നദിയിൽ ഒഴുക്ക് അത് ഭീകരമാണ്. നദിയിലെ ഒഴുക്കിനേക്കാൾ ഉപരിയായി അടിയൊഴുക്ക് അത് വലിയ തോതിലുണ്ട്. ഒരു തരത്തിലും നമുക്ക് ഈ സാധാരണ രീതിയിൽ വലിയ വടം കെട്ടി ഈ സ്കൂബ ഡൈവേഴ്സ് ഇറങ്ങാറുണ്ട്. ആ ഒരു സാധ്യത പോലും ഇല്ല എന്ന് പറയുന്നു. മാത്രമല്ല 100 കിലോയോളം ഭാരം ആ നദിയുടെ അടിത്തട്ടിലേക്ക് ഇട്ടാലും അതും ഒഴുകി പോകുന്ന അത്രമാത്രമുള്ള അണ്ടർ വാട്ടർ കറണ്ട് അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഈ പ്രദേശത്ത് രക്ഷാദൗത്യം നടത്തിയ വിദഗ്ധർ വ്യക്തമാക്കിയത്. അപ്പോൾ ആ സാഹചര്യത്തിൽ
ഒരു സ്കൂബ ഡൈവർക്ക് എത്ര വൈദഗ്ധ്യം നേടിയവരാണെങ്കിൽ പോലും അദ്ദേഹത്തിന് അവിടെ ഇറങ്ങി തെരച്ചിൽ നടത്തുക വലിയ പ്രയാസകരമായിട്ടുള്ള ദൗത്യമായിരിക്കും. അത് അവരുടെയും ജീവന് ഭീഷണിയാകുന്ന ദൗത്യമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിലവിൽ ഇന്ന് ഡൈവിംഗ് സാധ്യതയില്ല എന്ന് വ്യക്തമാക്കുന്നു. അത് നേവിയുടെ ഭാഗത്തുനിന്നുള്ള അറിയിപ്പായിരിക്കണം ഒരുപക്ഷെ കന്നഡ SP സ്ഥിരീകരണമായി നൽകിയത്.